ഹായ് എവ്രി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. 10ാം ക്ലാസ് ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ജെനറ്റിക്സ് ഓഫ് ലൈഫിൻ്റെ ലെറ്റസസസ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്റർ വളരെ ഡീറ്റെയിൽ ആയിട്ട് 3-4 ഭാഗങ്ങളായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻസിൽ കൊടുക്കാം. സോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏത് ഭാഗമാണോ കാണേണ്ടത് ആ ഭാഗമായിട്ട് എടുത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും അതൊക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ക്വസ്റ്റ്യൻസ് നോക്കുക, എന്നാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ ബയോളജിയിലെ കുറച്ച് ടഫായിട്ടും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. അതുകൊണ്ട് ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടും നന്നാക്കി മനസ്സിലാക്കിയും പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്ര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സാമിനും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കിയാലോ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ആർ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് DNA ആൻഡ് RNA ദ സെയിം? എക്സ്പ്ലെയിൻ. അപ്പോൾ ബിൽഡിംഗ് ബ്ലോക്സിനെ കുറിച്ച്, DNAയുടെ ബിൽഡിംഗ് ബ്ലോക്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സോ DNAയുടെയും RNAയുടെയും ബിൽഡിംഗ് ബ്ലോക്ക് സെയിം തന്നെയാണോ വരിക എന്നുള്ളതാണ്. സെയിം തന്നെയാണോ എന്നാണ് ചോദിക്കുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വരിക എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ഉത്തരം എങ്ങനെ പറയാം? യെസ്, ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ബോത്ത് DNA ആൻഡ് RNA ആർ ന്യൂക്ലിയോടൈഡ്സ്. Nucleotides are monomers composed of a 5-carbon sugar, a phosphate group and a nitrogenous base. അപ്പോൾ DNA ആണെങ്കിലും RNAയുടെ ആണെങ്കിലും ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ് ആണ്. ഈ ന്യൂക്ലിയോടൈഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? എന്തൊക്കെ ചേർന്നിട്ടാണ് ന്യൂക്ലിയോടൈഡ് ആകുന്നത്? ഒരു 5-carbon ഷുഗർ, അതുപോലെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രോജീനസ് ബേസ്. ഓക്കെ, അപ്പോൾ ഈ 5-carbon ഷുഗറിൽ തന്നെ DNAയിലാണെങ്കിൽ ഡയോക്സി റൈബോസും RNAയിലാണെങ്കിൽ റൈബോസുമാണ്. അതാണ് ഉള്ളത്, വ്യത്യാസമുള്ളതെങ്കിലും എന്താണ്? രണ്ടും 5-carbon ഷുഗർ മോളിക്യൂളാണ്. സോ അത് സെയിം ആണ്. അതുപോലെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്താണ്? DNAയിലാണെങ്കിലും RNAയിലാണെങ്കിലും ന്യൂക്ലിയോടൈഡിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും സെയിം ആണ്. ഇനി അവിടെ വ്യത്യാസം വരുന്നത്, while the sugar and phosphate components are the same in both, the nitrogenous bases differ slightly. ഈ നൈട്രോജനസ് ബേസസിൻ്റെ പ്രസൻസിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസമുള്ളത്. അതായത് ഏതൊക്കെയാണ് നൈട്രജൻ ബേസുകളുള്ളത് നമ്മൾ പഠിച്ചതാണ്. അതിൽ തൈമിന് എന്തിന് മാത്രമേ ഉള്ളൂ? DNAക്ക് മാത്രമേ ഉള്ളൂ. അതേസമയം യുറാസിൽ RNAയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ നൈട്രജൻ ബേസിൻ്റെ ഇതിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസമുള്ളത്. ബാക്കി ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഷുഗറും ഒക്കെ രണ്ടിലും ഒരേപോലെയാണ്. അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്നുള്ളത് ന്യൂക്ലിയോടൈഡായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ചൂസ് ദ അപ്രോപ്രിയേറ്റ് വൺ. ഇതിൽ ഒരു 3 സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വായിച്ചിട്ട് താഴെ ABCD എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റിന് മാച്ച് ആയിട്ടുള്ളത് ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക. അപ്പോൾ F1 ഹാസ് സിമിലാരിറ്റി വിത്ത് ബോത്ത് ദ പാരൻസ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് F1 ഹാസ് സിമിലാരിറ്റി വിത്ത് ബോത്ത് ദ പാരൻസ്. F1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടായ ഓഫ്സ്പ്രിങ്സിന് 2 പാരൻസുമായിട്ടും സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ അത് ഏതിൻ്റെ ക്യാരക്ടറാണ്? അതായത് ഇത് ഏത് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ഈ നോൺ മെൻഡിയലിയൻ ഇൻഹെറിറ്റൻസ് എന്നുള്ള ഭാഗത്തു നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോന്നും മനസ്സിലാക്കിയിട്ട് അതിൻ്റെ എക്സാമ്പിളും അതുപോലെ അതിൽ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി വെച്ചാലാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് മാച്ചിങ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ജനറേഷനിൽ രണ്ടിൻ്റെയും ക്യാരക്ടർ കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. രണ്ടിൻ്റെയും ക്യാരക്ടർ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇതിൽ ഏതാണ് വരുന്നത്? അതായത് സെക്കൻഡ് വൺ നോക്കൂ, കോഡോമിനൻസിൽ, അതായത് റോ ആൻഡ് കോഡ് പാറ്റേൺ ഫൗണ്ട് ഇൻ കാറ്റിൽസ് ആൻഡ് ഹോഴ്സസ്. അപ്പോൾ അതിൽ പാരൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ഒരു പാരൻറ്റ് വൈറ്റും മറ്റേ പാരൻറ്റ് ബ്രൗണും ആയിരുന്നു. അതിന് രണ്ടിനെയും കൂടി ബ്രീഡ് ചെയ്തപ്പോൾ കിട്ടിയ ഓഫ്സ്പ്രിങ് എങ്ങനെയാണ്? 2 കളറുള്ള മിക്സ് ആയിട്ടുള്ള ഒരു ഓഫ്സ്പ്രിങ്ങിനെയാണ് ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയത്. അപ്പോൾ അതിൽ 2 പാരൻറ്റിൻ്റെയും ക്യാരക്ടർ കാണിച്ചു അല്ലേ? അപ്പോൾ ബോത്ത് അലീൽസ് എക്സിബിറ്റ് ദെയർ ട്രേറ്റ്സ് അറ്റ് ദ സെയിം ടൈം. 2 അല്ലീലും അത് എക്സിബിറ്റ് ചെയ്തു, അതിൻ്റെ ക്യാരക്ടർ കാണിച്ചു ഒരേ സമയത്ത്. അപ്പോൾ അത് കോഡോമിനൻസ് ആണ്. ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ക്വസ്റ്റ്യനിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ ഭാഗം ഒന്ന് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. സോ മൂവ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. ഇനി അതേപോലെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. F1 ഹാസ് നോ സിമിലാരിറ്റി വിത്ത് എനി ഓഫ് ദ പാരൻസ് ക്യാരക്ടർ
ഇൻ്റർമീഡിയറ്റ് ടു ദം. അപ്പോൾ ഇതിലോ ഫസ്റ്റ് ജനറേഷനിൽ ഒരു പാരൻറ്റിൻ്റെയും ക്യാരക്ടർ കാണിക്കുന്നില്ല, ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് കാണിക്കുന്നത്. അപ്പോൾ അതേതാണെന്ന് നമ്മൾ നോക്കണം. അതേപോലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. F1 ഹാസ് സിമിലാരിറ്റി വിത്ത് വൺ ഓഫ് ദ പാരൻസ്. F1ന് ഒരു പാരൻറ്റുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്, മറ്റേ പാരൻറ്റുമായിട്ട് സിമിലാരിറ്റി ഇല്ലാത്തൊരു അവസ്ഥ. അപ്പോൾ ഇതിൽ നോക്കൂ ഏത് ഓപ്ഷനാണ് വരിക എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു ഫസ്റ്റ് കോഡോമിനൻസ് ആണ് വരണം എന്നുള്ളത്. അങ്ങനെ വരുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഇതിലുള്ളൂ. ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അതായത് ഫസ്റ്റ് വൺ എന്തായിരുന്നു? കോഡോമിനൻസ് ആണ്. രണ്ടാമത്തത് രണ്ട് പാരൻസിനോട് സിമിലാരിറ്റി ഇല്ല, പകരം എന്താണ്? ഇൻ്റർമീഡിയറ്റ് ആണ്. അപ്പോൾ അതേതാ? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. നമ്മളൊരു ഫ്ലവറിൻ്റെ എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അതായത് വൈറ്റും റെഡും കൂടി ക്രോസ് ചെയ്തപ്പം കിട്ടുന്നത് ഒരു പിങ്ക് ആണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഇവിടെ വരുന്നത്. പിന്നെ നോക്കൂ, മൂന്നാമത്തെ ആണെങ്കിലോ അത് ഡോമിനൻസ് ആണ്. കാരണം ഒരു പാരൻറ്റിൻ്റെ ക്യാരക്ടർ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നു, അപ്പോഴല്ലേ ഒരു പാരൻറ്റിൻ്റെ ക്യാരക്ടർ മാത്രം കാണിക്കുക. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ അല്ലേ? അപ്പോൾ ആൻസർ സി ആണ് വരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ഓർഗാനിസംസ് ദാറ്റ് റീപ്രൊഡ്യൂസ് സെക്ഷുവലി ടു ദെയർ ഓഫ് സ്പ്രിങ്സ്. അപ്പോൾ ഇതിലേതാണ് അടുത്ത ജനറേഷനിലേക്ക്, അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പം ഒരു പാരൻറ്റിൽ നിന്ന്, ഒരു ഓർഗാനിസത്തിൽ നിന്ന് അതിൻ്റെ ഓഫ്സ്പ്രിങ്സിലേക്ക് ഏതാണ് ഇതിൽ ട്രാൻസ്മിറ്റ് ചെയ്യുക? ഓൾ ജീൻസ്, ഹാഫ് ഓഫ് ദെയർ ജീൻസ്, 1/4 ഓഫ് ദെയർ ജീൻസ്, ഡബിൾ ദ നമ്പർ ഓഫ് ജീൻസ്. ഫുൾ ജീൻ നമ്മൾ ആ ജെനറ്റിക്സിന് ആ ടോപ്പിക്ക് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ, അതായത് ഗ്യാമീറ്റ്സ് ഫോം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റീപ്രൊഡക്ഷൻ്റെ സമയത്ത് മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും കൂടി ഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫ്യൂസ് ചെയ്യുമ്പോഴാണ് ഒരു ഓഫ് സ്പ്രിങ് ഉണ്ടാകുന്നത്. അപ്പോൾ മെയിൽ ഗ്യാമേറ്റിലും മെയിൽസിൻ്റെ ബോഡിയിൽ നിന്നുള്ള ഹാഫ് ദ ജീൻസാണ് മെയിൽ ഗ്യാമേറ്റിലേക്ക് പോവുക. ഫീമെയിൽ ഗ്യാമേറ്റിലാണെങ്കിലും ഹാഫ് ദ ജീൻസാണ് ഫീമെയിൽ ഗ്യാമേറ്റിലേക്ക് പോവുക. ആൻഡ് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോഴാണ് സെയിം നമ്പർ, ഒരേ നമ്പർ ജെനറ്റിക് നമ്പറുള്ള ഒരു ഓഫ്സ്പ്രിങ് ഉണ്ടാവുള്ളൂ അല്ലേ? പാരൻസിനും കുട്ടികൾക്കും ഒക്കെ സെയിം, ഒരു സ്പീഷീസിന് ഒരേ ജെനറ്റിക് നമ്പർ. ഇപ്പം ഹ്യൂമൻസിന് 46 ആണെങ്കിൽ എല്ലാ ഹ്യൂമൻ ബീങ്സിനും 46 തന്നെയാണ് ക്രോമസോം നമ്പർ, അത്രയും ക്രോമസോമേ ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മുടെ ഒരു മെയിലും ഒരു ഫീമെയിലിനും കൂടി ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ 46 + 46 അത്രയും ഉണ്ടാവാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ മെയിലിൽ നിന്നുള്ള പകുതി ഫീമെയിലിൽ നിന്നുള്ള പകുതി 23 വന്നിട്ട് അത് രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോൾ വീണ്ടും 46 ആകുന്നു. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഉത്തരം ഏതാണ് വരിക? ഹാഫ് ദെയർ ജീൻസ്, ഹാഫ് ദ നമ്പർ ഓഫ് ജീൻസ് ആണ് എന്തുണ്ടാവുക? അടുത്തൊരു ജനറേഷനിലേക്ക് ഒരു ഓർഗാനിസം പാസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇതിൽ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും എഴുതാനും ഒക്കെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു ലോങ് ക്വസ്റ്റ്യൻ നമുക്കൊരു കുറച്ച് കൂടുതൽ മാർക്കിന് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ചാപ്റ്ററിൽ നിന്ന്. അതുകൊണ്ട് വിട്ട് കളയരുത്, അല്ലെങ്കിൽ ടഫാണെന്ന് വിചാരിച്ച് മാറ്റി വയ്ക്കരുത്. നന്നായിട്ടൊന്ന് ആദ്യം തന്നെ പ്രാക്ടീസ് ചെയ്ത് വെച്ചാൽ വലിയ ഡിഫറൻസ് ആയിട്ടൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുകയുള്ളൂ. അതായത് ക്യാരക്ടർ മാത്രമേ മാറുണ്ടാവുള്ളൂ, എഴുതേണ്ട രീതിയൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ ഇത് ടഫാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് വെച്ച് മാറ്റി വയ്ക്കരുത്. നന്നായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ സ്കോർ നമുക്ക് മൊത്തത്തിൽ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. നോക്കൂ, എ ടോൾ പീ പ്ലാന്റ് വിത്ത് പർപ്പിൾ ഫ്ലവേഴ്സ്, അതാണ് അതിൻ്റെ ഡോമിനൻറ്റ് ക്യാരക്ടർ. ഈസ് ക്രോസ്ഡ് വിത്ത് എ ഡോർഫ് പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവേഴ്സ്. അപ്പോൾ രണ്ട് പ്ലാന്റുകളെ തമ്മിൽ ക്രോസ് ചെയ്യുന്നു. ഏതൊക്കെയാണ്? ഒന്ന് ടോളാണ്, അതുപോലെ പർപ്പിൾ ഫ്ലവറാണ്. അപ്പോൾ ഈ ടോളും പർപ്പിളുമാണ് ഡോമിനൻറ്റ് ക്യാരക്ടേഴ്സ്. അതായത് ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ എഴുതേണ്ടത് ടോളിൻ്റെയും പർപ്പിളിനെയാണ്. അതേപോലെ എന്തുമായിട്ടാണ് അത് ക്രോസ് ചെയ്തത്? ഡോർഫ് പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവേഴ്സ്. അപ്പോൾ ഡോർഫും വൈറ്റുമാണ് എന്തായിട്ടുള്ളത്? സപ്രസീവ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ടുള്ള ഉള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഈ ക്വസ്റ്റ്യനിൽ ഇല്ലുസ്ട്രേറ്റ് ദ ഡൈഹൈബ്രിഡ് ക്രോസ് ഓഫ് ദീസ്, റൈറ്റ് ദ F2 റേഷ്യോ. അപ്പോൾ നമ്മൾ ആ ഹൈബ്രിഡ് ക്രോസ് മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. എന്നിട്ട് F2 ജനറേഷനിൽ, സെക്കൻഡ് ജനറേഷനിൽ റേഷ്യോ എഴുതണം. അപ്പോൾ സെക്കൻഡ് ജനറേഷൻ വരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിഡ് ക്യാരക്ടേഴ്സ് ദാറ്റ് ഡിഫർ ഫ്രം ദ പാരൻസ് അപ്പിയർ ഇൻ ദ F2 ജനറേഷൻ വൈ. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്.
അതായത് സെക്കൻഡ് ജനറേഷനിൽ പുതിയ ക്യാരക്ടേഴ്സ് പാരൻസിന് ഉണ്ടായിരുന്നതല്ലാത്ത, അതായത് ടോളും പർപ്പിളും അല്ലാത്ത, അതേപോലെ ഡോർഫും വൈറ്റും അല്ലാത്ത ക്യാരക്ടറുള്ള ചെടികൾ ഉണ്ടായിട്ടുണ്ടോ അത് നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ ഇഫ് ബോത്ത് ദ ജീൻസ് ആർ നോട്ട് അസോർട്ടിങ് ഇൻഡിപെൻഡൻ്റ്ലി ഹൗ ഡസ് ഇറ്റ് എഫക്ട് ദ F2 റേഷ്യോ. ഇനി ഇതിങ്ങനെ അപ്പോൾ ഇങ്ങനെ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റിനെ കുറിച്ച് അവിടെ വരുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ക്യാരക്ടേഴ്സ് ഉണ്ടാവുകയെന്ന്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. ആദ്യം നമ്മൾ ഡൈഹൈബ്രിഡ് ക്രോസ് എങ്ങനെയാണ് ഇലിസ്ട്രേറ്റ് ചെയ്ത് എഴുതുന്നതെന്ന് എക്സാമ്പിൾ ഞാൻ നോട്ടിൽ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ ഇത് വെച്ചിട്ടൊന്ന് എഴുതി നോക്കാം. ഞാൻ മോഡൽ കാണിക്കാം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് കേട്ടോ. സോ നമുക്ക് ഡൈഹൈബ്രിഡ് ക്രോസ് എങ്ങനെയാണ് വരയ്ക്കണേന്ന് നോക്കാം. അപ്പോൾ അതിൽ പാരൻ്റൽ പ്ലാന്റ്സ് ആദ്യം എഴുതുക. ഏതൊക്കെയാണ് പാരൻ്റൽ പ്ലാന്റ്സ്? ടോൾ ആൻഡ് പർപ്പിൾ ഫ്ലവേഴ്സും പിന്നെ ഡോർഫ് ആൻഡ് വൈറ്റ് ഫ്ലവേഴ്സും. അതിൽ ഏതൊക്കെയാണ് ടോളും പർപ്പിളും ആണ് ഡൊമിനൻ്റ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ടോളിന് ക്യാപിറ്റൽ ടിയും അതുപോലെ പർപ്പിളിന് ക്യാപിറ്റൽ പിയും കൊടുത്തിരിക്കുന്നത്. ഇനി ഡോർഫും വൈറ്റ് എന്ന് പറയുന്നത് റിസസീവ് ക്യാരക്ടറാണ്. അപ്പോൾ നമ്മൾ അതിനെ സ്മോൾ ലെറ്റർ വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ദെൻ അതിൽ നിന്നുണ്ടാകുന്ന ഗ്യാമീറ്റുകൾ എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ പിയും അതേപോലെ സ്മോൾ പി അങ്ങനെ പകുതി. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഗ്യാമീറ്റ്സ് ഉണ്ടാകുമ്പം ക്രോമസോമിൻ്റെ പകുതിയാണ് അതിലേക്ക് വരിക. അപ്പോൾ അങ്ങനെ പകുതി അല്ലീൽസ് അതിലേക്ക് വരുന്നു. അതിനുശേഷം F1 ജനറേഷനിൽ എന്താ ഉണ്ടാവുക? എല്ലാ ഓഫ് സ്പ്രിങ്സും എന്തായിരിക്കും? ടോൾ ആൻഡ് പർപ്പിൾ ഫ്ലവേഴ്സ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ അല്ലീൽസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നോക്കൂ, ക്യാപിറ്റൽ T ക്യാപിറ്റൽ P സ്മോൾ പി ആയിട്ടുണ്ട്. എഴുതുമ്പോൾ ശ്രദ്ധിച്ചെഴുതണം. ഓക്കെ. സോ കാണുമ്പോൾ എല്ലാം എന്തായിരുന്നു? അതിൻ്റെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് എല്ലാം ടോളും പർപ്പിളും ആയിരുന്നു. പക്ഷേ അതിൻ്റെ ജീനോട്ടിപ്പിക്കലി വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ ഈ വേർഡ്സൊക്കെ പറയുന്നത് നിങ്ങൾ ഓൾറെഡി ഈ ചാപ്റ്റർ ഫുള്ള് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു ബേസിലാണ്. എന്തെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേ ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ സ്റ്റെപ്സോ എങ്ങനെ എഴുതേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഭാഗം പറഞ്ഞതിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. മനസ്സിലാകാത്തവർക്ക് ആ ഭാഗം മാത്രം ഒന്ന് എടുത്ത് കണ്ടു നോക്കൂ കേട്ടോ. ഓക്കെ. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ F1 ജനറേഷനിലെ പ്ലാന്റിനെ സെൽഫ് പോളിനേറ്റ് ചെയ്യും. അതാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്, സെൽഫ് പോളിനേഷൻ ഓഫ് ദ ഫസ്റ്റ് ജനറേഷൻ. അപ്പോൾ ഇതിനെ തന്നെ ക്രോസ് ചെയ്യുന്നു. ആൻഡ് അതിൻ്റെ ക്രോസിങ്ങും അതിൻ്റെ റിസൾട്ട് നമ്മൾ എങ്ങനെയാണ് എഴുതുക? ഇങ്ങനെയൊരു സ്ക്വയർ ആയിട്ടാണ് എഴുതുക. അപ്പോൾ ഇതിലുള്ള പ്രത്യേകത എന്താണ്? 4 തരത്തിലുള്ള ഗ്യാമീറ്റുകൾ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. ഏതൊക്കെയാണ് 4 തരത്തിലുള്ള? ക്യാപിറ്റൽ T ക്യാപിറ്റൽ T സ്മോൾ ടി ക്യാപിറ്റൽ P സ്മോൾ p അങ്ങനെ 2 പ്ലാന്റിലും 4 തരത്തിലുള്ള ഗ്യാമീറ്റുകൾ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ 4ഉം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്യൂസ് ചെയ്യാൻ ഏതിനോട് ഫ്യൂസ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ ചാൻസ് എന്തൊക്കെയുണ്ട് എന്നാണ് എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു ഇതിൽ പറയുന്നത്. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് സ്ക്വയറിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാപിറ്റൽ T ക്യാപിറ്റൽ Pയും അതേപോലെ ഇതും കൂടി ജോയിൻ ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാവാം? ടോൾ ആൻഡ് പർപ്പിൾ ഫ്ലവർ ഉണ്ടാകാം. അങ്ങനെ നമ്മൾ ഓരോന്നിലും എഴുതണം. അങ്ങനെയാണ് നമ്മളിത് ഫുള്ള് ഫില്ല് ചെയ്ത് വരുന്നത്. അതായത് ഇങ്ങനെ നോക്കുക. ഇപ്പോൾ ഈ സ്ക്വയറിൽ എന്തൊക്കെ വരണം എന്നുള്ളത് ഇങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇവിടുന്ന് ഈ ഗ്യാമീറ്റും കൂടി ജോയിൻ ചെയ്യുമ്പം എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ ആ കോളത്തിൽ എഴുതുന്നത്. ആൻഡ് അതിൻ്റെ ഇത് വെച്ചിട്ട് വേണം നമ്മൾ അതിൻ്റെ ഫീനോടൈപ്പ് ഇതേപോലെ എഴുതാനും വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ അതെങ്ങനെ എഴുതുക? ക്യാപിറ്റൽ ക്യാപിറ്റൽ T വന്നാൽ അത് ടോളാണ്. ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയും വന്നാലും അത് ടോളാണ്. 2 സ്മോൾ ടി വന്നാൽ മാത്രമാണിത്. ഈ കേസിൽ നോക്കൂ, 2 സ്മോൾ ടി വന്നപ്പോൾ മാത്രമാണ് അതെന്തായത്? ഡോർഫായത്. കാരണം റിസസീവ് അല്ലീൽസ് ആണെങ്കിൽ അത് 2 എണ്ണം വന്നാൽ മാത്രമേ അതിൻ്റെ ക്യാരക്ടർ പുറത്തേക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഒരെണ്ണം ക്യാപിറ്റൽ ആണെങ്കിൽ പോലും അത് ആ ക്യാപിറ്റലിൻ്റെ ക്യാരക്ടർ മാത്രമാണ് കാണിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം തെറ്റാതെ ഇത് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ. അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ക്യാരക്ടർ എങ്ങനെ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, പ്രാക്ടീസ് ചെയ്ത് വയ്ക്കുക. എന്ത് ചെയ്യരുത്? മാർക്ക് കളയരുത്. ഓക്കെ. അപ്പം നമ്മൾ ഇത് ഫുള്ളായിട്ട് അങ്ങനെ ഫില്ല് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഓരോ ക്യാരക്ടറും എത്ര എണ്ണം വീതം വന്നിട്ടുണ്ട്, പുതിയ കോമ്പിനേഷൻ. രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ അതിൽ ഓർമ്മയുണ്ടല്ലോ, പാരൻസിനോട് മാച്ച് അല്ലാത്ത, അതായത് പാരൻസ് ആരൊക്കെയായിരുന്നു? ടോളും പർപ്പിളും അതേപോലെ
ഡോർഫും വൈറ്റും. അപ്പോൾ അത് കോമ്പിനേഷൻ അല്ലാത്ത പുതിയ കോമ്പിനേഷനുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏതൊക്കെ പുതിയ കോമ്പിനേഷനുകളാണ് ഉണ്ടായിട്ടുള്ളത് നോക്കൂ. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ളത്, അപ്പോൾ ഇതിൽ ടോട്ടൽ എത്ര ഉണ്ടാവും? ഇപ്പോൾ നമ്മൾ 16 ഫ്ലവേഴ്സിൻ്റെ അല്ലെങ്കിൽ 16 ഓഫ് സ്പ്രിങ്ങിൻ്റെയാണ് ഇപ്പോൾ നമ്മൾ ആ സ്ക്വയറിൽ കാണുന്നത്. അതിൽ തന്നെ 9 എണ്ണം എന്താണ്? ടോൾ ആൻഡ് പർപ്പിൾ ആണ്. അതേസമയം 3 എണ്ണം എന്ന് പറയുന്നത് പുതിയൊരു കോമ്പിനേഷനാണ്. ഒരു പാരൻറ്റിൻ്റെ ടോൾനെസ്സും മറ്റേ പാരൻറ്റിൻ്റെ വൈറ്റ് ഫ്ലവറും കൂടി ചേർന്നിട്ട് ടോൾ ആൻഡ് വൈറ്റ് 3 ഉണ്ട്. ഡോർഫ് ആൻഡ് പർപ്പിളും അതും എന്താണ്? പുതിയൊരു കോമ്പിനേഷനാണ്, അതും 3 ഉണ്ട്. ആൻഡ് ഡോർഫ് ആൻഡ് വൈറ്റ്, അതായത് ഒരു പാരൻറ്റിൻ്റെ ഡോർഫ് ആൻഡ് വൈറ്റ് ആയിരുന്നു നമ്മൾ F1 ജനറേഷനിലെടുത്ത ഒരു പാരൻറ്റ്. ആ പാരൻറ്റിൻ്റെ ക്യാരക്ടറുള്ള ഒരു പ്ലാന്റേ ഉണ്ടായുള്ളൂ. ഇതെന്ന് വെച്ചാൽ കൃത്യം 16 എണ്ണം ഉണ്ടാവുള്ളൂ എന്നല്ല പറയുന്നത്. ടോട്ടൽ എണ്ണം ഉണ്ടായതിൽ 1% മാത്രമാണ് എന്തുണ്ടാവുള്ളൂ? ഡോർഫ് ആൻഡ് വൈറ്റ് ഉണ്ടാവുള്ളൂ. 9 ഭാഗം എന്തായിരിക്കും? എത്രയായിരിക്കും? ഈ ടോൾ ആൻഡ് പർപ്പിൾ ആയിരിക്കും. 3 ഭാഗം ടോൾ ആൻഡ് വൈറ്റ് ആയിരിക്കും. 3 ഭാഗം ടോട്ടലിൻ്റെ 3 ഭാഗം ഡോർഫ് ആൻഡ് പർപ്പിൾ ഫ്ലവർ ആയിരിക്കും. അങ്ങനെ വേണം നമ്മളത് മനസ്സിലാക്കാൻ. അപ്പോൾ പുതിയ കോമ്പിനേഷനുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ബി ക്വസ്റ്റ്യൻ നമുക്ക് എന്തെഴുതാം? യെസ്, ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ കോമ്പിനേഷൻ? ടോൾ ആൻഡ് വൈറ്റും ഡോർഫ് ആൻഡ് പർപ്പിളും. ഓക്കെ, ദെൻ അടുത്ത സി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് F2 ജനറേഷൻ്റെ റേഷ്യോ എഴുതാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന റേഷ്യോ 9:3:3:1. ഏതൊരു ഡൈഹൈബ്രിഡ് ക്രോസിൻ്റെ കേസിലാണെങ്കിലും ഈ റേഷ്യോ ഇങ്ങനെ തന്നെയാണ് വരുള്ളൂ. അപ്പോൾ ഈ റേഷ്യോ പഠിച്ചു വയ്ക്കുക. അതേപോലെ മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ കേസിലും നമ്മൾ ഇതുപോലെ റേഷ്യോസ് പറഞ്ഞിട്ടുണ്ട്, അതും ഓർത്ത് വയ്ക്കണം. ഓക്കെ, അതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാൻ സാധിക്കും. ബി ക്വസ്റ്റ്യൻ അപ്പം നമ്മൾ കണ്ടു. ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചോദിച്ചത്? പാരൻസിനുണ്ടായിരുന്ന ക്യാരക്ടർ കോമ്പിനേഷൻ അല്ലാതെ പുതിയ കോമ്പിനേഷൻസ് ഉണ്ടായോ? അപ്പം നമ്മൾ ഉണ്ടായി എന്നുള്ളത് അല്ലേ. അപ്പം നമുക്കതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? യെസ്, 2 ന്യൂ കോമ്പിനേഷൻസ് അപ്പിയർഡ് ഇൻ ദ F2 ജനറേഷൻ. 2 പുതിയ കോമ്പിനേഷൻസ് ഉണ്ടായി. ഏതൊക്കെയായിരുന്നു? ഡോർഫും പർപ്പിളും അതുപോലെ ടോളും വൈറ്റും. അങ്ങനെ പുതിയ 2 കോമ്പിനേഷൻ ഉണ്ടായി. ദിസ് ഒക്യൂഴ്സ് ഡ്യൂ ടു ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ഓഫ് അലീൽസ് and recombination during gamete formation leading to new combinations of alleles in the offspring. അതായത് ഗാമേറ്റ്സ് ഉണ്ടാവുന്ന സമയത്ത് എന്തുണ്ടാകുന്നു? അല്ലീൽസുകൾ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും അതേപോലെ ക്യാപിറ്റൽ പിയും സ്മോൾ പിയും ഒക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തത്. അതുകൊണ്ടാണ് വേറെ വേറെ കോമ്പിനേഷനുകൾ ഉണ്ടാക്കാൻ സാധിച്ചത്. ഓക്കെ, ഇനി അതേപോലെ സി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇതേപോലെ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് നടന്നില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഈ നമ്മളിപ്പോൾ കണ്ട 9:3:3:1 എന്നുള്ള ആ ഒരു റേഷ്യോയ്ക്ക് എന്ത് വ്യത്യാസം ഉണ്ടാകുമായിരുന്നു എന്നാണ് ചോദിച്ചത്, ക്വസ്റ്റ്യനിലുണ്ടായിരുന്നത്. അപ്പോൾ എന്താ നമുക്ക് എഴുതുക? ഇഫ് 2 ജീൻസ് ഡു നോട്ട് അസോർട്ട് ഇൻഡിപെൻഡൻ്റ്ലി മീനിങ് ദേ ആർ ലിങ്ക്ഡ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് കണക്റ്റഡ് ആണ്, ലിങ്ക് ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്മോൾ ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ പിയും തമ്മിൽ കണക്റ്റഡ് ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടിനും വേറെ പിരിഞ്ഞു പോകാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ശരിക്കും അങ്ങനെ കണക്റ്റഡ് അല്ല. ഇനി അങ്ങനെ കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ F2 ജനറേഷൻ്റെ ഫിനോട്ടിപ്പിക് റേഷ്യോ എന്തായിരിക്കും? ഡീവിയേറ്റ് ചെയ്യും. ദ F2 ജനറേഷൻസ് ഫിനോട്ടിപ്പിക് റേഷ്യോ വിൽ ഡീവിയേറ്റ് ഫ്രം ദ എക്സ്പെക്റ്റഡ് 9:3:3:1 റേഷ്യോ ഓഫ് എ ടിപ്പിക്കൽ ഡൈഹൈബ്രിഡ് ക്രോസ്. സാധാരണ ഒരു നോർമൽ ഡൈഹൈബ്രിഡ് ക്രോസ് നടക്കുമ്പം 9:3:3:1 ആണ് റേഷ്യോ വരിക. പക്ഷേ ഇനി അഥവാ ജീനുകൾ തമ്മിൽ ലിങ്ക്ഡ് ആണെങ്കിൽ ആ റേഷ്യോ വരില്ല. ഇൻസ്റ്റഡ് ദ റേഷ്യോ വിൽ ഷോ എ ഹയർ പ്രൊപ്പോർഷൻ ഓഫ് പാരൻ്റൽ കോമ്പിനേഷൻ. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? കൂടുതൽ എണ്ണം ഉണ്ടാകുന്നത് പാരൻസിൻ്റെ അതേ ക്യാരക്ടർ, അതായത് ടോൾ ആൻഡ് പർപ്പിളും ഡോർഫ് ആൻഡ് വൈറ്റും തന്നെയായിരിക്കും കൂടുതൽ എണ്ണം ഉണ്ടാവുക. അതേപോലെ ആൻഡ് എ ലോവർ പ്രൊപ്പോർഷൻ ഓഫ് ന്യൂ കോമ്പിനേഷൻസ് ഓഫ് അലീൽസ്. പുതിയ കോമ്പിനേഷനുകൾ ഉണ്ടാവില്ലായിരുന്നു, പുതിയ കോമ്പിനേഷനുകളുടെ എണ്ണം കുറവാകും, ഇത്രയും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ റേഷ്യോയിൽ വ്യത്യാസം വരും. ഇങ്ങനെ നമുക്ക് സി ക്വസ്റ്റ്യനും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? സോ ഇനി 5th ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് ഡൊമിനൻസ്, കോഡൊമിനൻസ് ആൻഡ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ഡിഫർ ഫ്രം വൺ അനദർ? ഡൊമിനൻസും കോഡൊമിനൻസും ഇൻകംപ്ലീറ്റ് ഡൊമിനൻസും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത് മൂന്നും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ അതിന് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം നോക്കാം. നോക്കൂ, ഡൊമിനൻസ്, കോഡൊമിനൻസ് ആൻഡ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ഡിസ്ക്രൈബ് ഡിഫറെൻറ്റ് വേയ്സ് ദാറ്റ് അലീൽസ് ഇൻട്രാക്ട് ടു ഡിറ്റർമൈൻ ദ ഫിനോടൈപ്പ് ഓഫ് ആൻ ഓർഗാനിസം. സോ ഇത് മൂന്നും എങ്ങനെയാണ്
ഒരു ജീവിയുടെ ഫിനോടൈപ്പ് തീരുമാനിക്കുന്നതിൽ എങ്ങനെയാണ് ആ അല്ലീൽസ് ഇൻട്രാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഫങ്ഷൻ ചെയ്യണതെന്ന് കാണിക്കുന്ന 3 രീതിയാണ് ഇത്. അതിൽ ഡൊമിനൻസ് എന്താണ്? ഒരു അല്ലീൽ മറ്റൊരു അല്ലീലിനെ കംപ്ലീറ്റ് ആയിട്ട് മാസ്ക് ചെയ്യുന്നു. ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്ന സ്മോൾ ടീനെ ക്യാപിറ്റൽ ടി എന്ത് ചെയ്യുന്നു? മാസ്ക് ചെയ്തു, മൂടിക്കളയുന്നു, അതിൻ്റെ ക്യാരക്ടർ കാണിക്കാൻ സമ്മതിക്കുന്നില്ല. അതിനെയാണ് നമ്മൾ ഡൊമിനൻസ് എന്ന് പറയുക. അതേസമയം കോ ഡൊമിനൻസ് ആണെങ്കിലോ 2 അല്ലീലുണ്ട്, രണ്ടും എന്ത് ചെയ്യുന്നു? ഒരേപോലെ എക്സ്പ്രസ് ചെയ്യുന്നു. അതിനെയാണ് കോ ഡൊമിനൻസ് എന്ന് പറയുക. രണ്ടിൻ്റെ ക്യാരക്ടർ പുറത്ത് കാണിക്കുന്നു. മറ്റേതാണെങ്കിലോ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. അതിൽ വെൻ നെയ്തർ അല്ലീൽ ഈസ് കംപ്ലീറ്റ്ലി ഡൊമിനൻറ്റ് റിസൾട്ടിങ് ഇൻ എ ബ്ലെൻഡഡ് ഓർ ഇൻ്റർമീഡിയറ്റ് ഫിനോടൈപ്പ്. രണ്ടിൻ്റെ ക്യാരക്ടർ കാണിക്കുന്നില്ല, പകരം ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള നടുക്ക് നിൽക്കുന്ന മറ്റൊരു ക്യാരക്ടർ. എക്സാമ്പിൾ ഓർക്കുക. കോ ഡൊമിനൻസിന് നമ്മൾ എന്ത് പറഞ്ഞു? മറ്റേ കൗവിൻ്റെ പറഞ്ഞു അല്ലേ? വെള്ളയും ബ്രൗണും കൂടി മിക്സ് ചെയ്തപ്പോൾ എന്താണ്ട് രണ്ടിൻ്റെയും പാച്ചസ് വന്നു, രണ്ടും എക്സ്പ്രസ് ചെയ്തു. ഇൻകംപ്ലീറ്റ് ഡൊമിനൻ്റ് ആണെങ്കിൽ ഫ്ലവറിൻ്റെ എക്സാമ്പിൾ റെഡും വൈറ്റും കൂടി ചേർത്തപ്പോൾ എന്താ വന്നത്? പിങ്ക് വന്നു അല്ലേ? രണ്ടിനെ കൂടിയിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് കളർ വന്നു. സോ ഈ എക്സാമ്പിൾ ഒരിക്കലും മാറിപ്പോകരുത്. അപ്പോൾ നോർമലി ഇത്രയും എഴുതാം. അതല്ല നിങ്ങൾക്ക് കൂടുതൽ മാർക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇത് എക്സാമ്പിളൊക്കെ നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞ ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തു നിന്നുള്ള പോയിന്റുകൾ ഉൾപ്പെടുത്തി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. മാർക്കിനനുസരിച്ചിട്ട് ആൻസർ ചെയ്യാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 6th question. Different phenotypic ratios are obtained in monohybrid and dihybrid cross. Why? അതായത് ഡൈഹൈബ്രിഡ് ക്രോസിനും മോണോഹൈബ്രിഡ് ക്രോസിനും ഫിനോട്ടിപ്പിക് റേഷ്യോസ് വേറെയാണ് അല്ലേ? 3:1 നമ്മൾ അവിടെ കണ്ടു, ഇവിടെയാണെങ്കിലോ 9:3:3:1 കണ്ടു. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യത്യാസം വന്നത്? വാട്ട് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ് അബൌട്ട് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടർ? അപ്പോൾ ക്യാരക്ടർ ഇൻഹെറിറ്റ് ആവുന്നതിൽ എന്താണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. സോ നമുക്കതിൻ്റെ ഉത്തരം എഴുതാം. സോ നമുക്ക് ആൻസർ എഴുതാൻ പറ്റുന്നത് ദ ഡിഫറെൻറ്റ് ഫിനോടൈപ്പിക് റേഷ്യോസ് ഇൻ മോണോഹൈബ്രിഡ് ആൻഡ് ഡൈഹൈബ്രിഡ് ക്രോസസ് ആർ ഡ്യൂ ടു ദ നമ്പർ ഓഫ് ജീൻസ് ഇൻവോൾവ് ആൻഡ് ഹൗ ദേ ഇൻട്രാക്ട്. അപ്പോൾ മോണോഹൈബ്രിഡ് ക്രോസിലാണെങ്കിൽ നമ്മൾ ഒരു ജീനിൻ്റെ കാര്യമോ അതിൻ്റെ അല്ലീൽസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഡൈഹൈബ്രിഡിൽ നമ്മൾ 2 ടൈപ്പ് ക്യാരക്ടറിനെ 2 ടൈപ്പ് ജീനിൻ്റെ കാര്യം പറയുന്നുണ്ട്, അതിൻ്റെ അല്ലീൽസും വരുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ റേഷ്യോ വ്യത്യാസം വരാനുള്ള സാധ്യത. ഇനി മോണോഹൈബ്രിഡ് ക്രോസിൽ എന്താണ്? ഒരു ജീൻ വിത്ത് 2 അല്ലീൽ, 1 ജീൻ വിത്ത് 2 അല്ലീൽസ് ഈസ് കൺസിഡേർഡ്. അപ്പോൾ ഫിനോട്ടിപ്പിക് റേഷ്യോ ഈസ് 3:1. ഡൈഹൈബ്രിഡ് ക്രോസിലാണെങ്കിൽ 2 ജീൻ വിത്ത് 2 അല്ലീൽസ് ആർ കൺസിഡേർഡ്. അതുകൊണ്ടാണ് ഫിനോട്ടിപ്പിക് റേഷ്യോ 9:3:3:1 ആവുന്നത്. അപ്പോൾ അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ട്രേറ്റ്സ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ സിംഗിൾ ജീൻസ് ഓർ മൾട്ടിപ്പിൾ ജീൻസ്. ഒരു ക്യാരക്ടർ ചിലപ്പോൾ ഒരു ജീനായിരിക്കും കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ മോർ ദാൻ 1 ജീൻ അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ജീൻസ് ക്യാൻ അസോർട്ട് ഇൻഡിപെൻഡൻ്റ്ലി ലീഡിങ് ടു ന്യൂ കോമ്പിനേഷൻ ഓഫ് ട്രൈറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീൻസിന് എന്തുള്ള കഴിവുണ്ട്? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള കഴിവുണ്ട്. നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞതായിരുന്നു. The inheritance of characters follows predictable patterns based on the interactions of alleles and the independent assortment of genes. അപ്പോൾ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത് മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്താണ്? ഒരു ഡൈഹൈബ്രിഡ് 2 ക്യാരക്ടർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ വരുള്ളൂ എന്ന് ഓൾറെഡി ഒരു പ്രഡിക്ഷൻ ഉണ്ട്. അധികവും ഏത് തന്നെയാണ്? ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് വരിക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു റേഷ്യോയിൽ നിന്നുള്ള ഡിഫറൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ ആൻസർ? അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈവൻ ദോ എ ജീൻ റെസ്പോൺസിബിൾ ഫോർ സർട്ടൻ ക്യാരക്ടേഴ്സ് ഹാസ് മോർ ദാൻ 2 alleles, why does that particular gene have only 2 alleles in an individual? അപ്പോൾ ചില കേസിൽ ഒരു ക്യാരക്ടറിനെ കോഡ് ചെയ്യുന്നത് ഒരു ജീനായിരിക്കും, പക്ഷേ ചില കേസിൽ ആ ഒരു ജീനിന് 2ൽ കൂടുതൽ അല്ലീലുകൾ ഉണ്ടാവും. മൾട്ടിപ്പിൾ അല്ലീലിസം നമ്മൾ പറഞ്ഞു. അപ്പോൾ 2ൽ കൂടുതൽ അല്ലീലുകൾ ഉണ്ടാവുന്ന കേസ് ഉണ്ടാവും. പക്ഷേ ഒരു ഇൻഡിവിജ്വലിൽ ആ ഒരു ജീനിൻ്റെ 2 അല്ലീല് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ അല്ലീലിസത്തിന് എപ്പോഴും കോമൺ ആയിട്ട് പറയുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ബ്ലഡ് ഗ്രൂപ്പിൻ്റെയാണ്. ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ എക്സാമ്പിൾ പറയും. അതിന് 3 അല്ലീലുകളുണ്ട്. പക്ഷേ ഒരു വ്യക്തിയിൽ അതിൻ്റെ 2 അല്ലീലേ ഉണ്ടാവുള്ളൂ. 3 അല്ലീലുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരാളിൽ 2 അല്ലീലേ ഉണ്ടാവുള്ളൂ. അതെന്തുകൊണ്ടാണ്? ഒരാളിൽ എന്തുകൊണ്ടാണ് 3 അല്ലീല് ഒരുമിച്ച് വരാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്?
നോക്കൂ ആൻസർ. ഇൻ ഡിപ്ലോയിഡ് ഓർഗാനിസംസ് ലൈക്ക് ഹ്യൂമൻസ് ഈച്ച് ഇൻഡിവിജ്വൽ ക്യാരീസ് 2 alleles ഫോർ ഈച്ച് ജീൻ ഈവൻ ഇഫ് ദ ജീൻ ഹാസ് മൾട്ടിപ്പിൾ alleles ഇൻ ദ പോപ്പുലേഷൻ. അതായത് നമ്മൾ പല വ്യക്തികളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടിൽ കൂടുതൽ അലീലുകൾ കാണാൻ പറ്റും. പക്ഷെ ഒരാളിൽ 2 അലീല് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ഓർഗാനിസമാണ്. ദിസ് ഈസ് ബിക്കോസ് വി ഇൻഹെറിറ്റ് 1 chromosome ഫ്രം ഈച്ച് പാരൻറ്റ് ആൻഡ് ഈച്ച് ക്രോമസോം ക്യാരീസ് 1 allele ഫോർ എ ഗിവൺ ജീൻ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് 2 ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്യുന്നു, മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും. നമ്മൾക്കുള്ള ഓരോ ക്യാരക്ടറിലും 2 അലീൽ ഉണ്ടെങ്കിൽ അതിലത്തെ ഒരു അലീല് അച്ഛനിൽ നിന്നും മറ്റേ അലീല് അമ്മയിൽ നിന്നുമാണ് വന്നത്. അങ്ങനെ വരുന്നത് കൊണ്ടാണ് നമ്മളിലേക്ക് എത്തുമ്പോൾ 2 ഗ്യാമീറ്റും കൂടി ഫ്യൂസ് ചെയ്യുമ്പം ഒരു ജീനിന് 2 അലീലായിട്ട് വരുന്നത്. ഒന്ന് ഒരു പാരൻറ്റിൽ നിന്നും ഒന്ന് മറ്റേ പാരൻറ്റിൽ നിന്നും. Okay, therefore, while a population might have 3 or more alleles for a specific gene, any single individual will only have 2 those alleles, 1 from each parent. അപ്പോൾ ആ ഒരു പോപ്പുലേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൽ മൊത്തത്തിൽ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ മനുഷ്യന്മാരിൽ 3 തരത്തിൽ, ഇപ്പോൾ ബ്ലഡ് ഗ്രൂപ്പിങ്ങിന് 3 തരത്തിലുള്ള അലീലുകളുണ്ട്. പക്ഷേ ഒരു ഇൻഡിവിജ്വലിൻ്റെ ബ്ലഡ് നമ്മളെടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ 3 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം മാത്രമേ ആ ഒരു ഇൻഡിവിജ്വലിന് ഉണ്ടാവുള്ളൂ. അതിലൊന്ന് പാരൻ്റൽ, ഒരു മദറിൽ നിന്നും മറ്റേത് ഫാദറിൽ നിന്നും വന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കൂ, മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ. Although the DNA possesses all genetic information for protein synthesis, RNA is also required for protein synthesis. Why? ഇത് ആ പ്രോട്ടീൻ സിന്തസിസിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ DNA-യിൽ ഒരു പ്രോട്ടീൻ സിന്തസിസിന് വേണ്ട എല്ലാ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ഇൻഫർമേഷൻസ് ഒക്കെ DNA-യിലാണ് കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ബട്ട് എന്ത് ആവശ്യമുണ്ട്? പ്രോട്ടീൻ സിന്തസിസ് നടക്കണമെങ്കിൽ RNA വേണം. എന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നുള്ളതാണ്. ഇത് ഒരു കുറച്ച് ഈസി ക്വസ്റ്റ്യൻ അല്ലേ? അതായത് നമ്മൾ വ്യത്യസ്ത തരം RNA കുറിച്ച് പഠിച്ചു. tRNA, rRNA, mRNA, ഇതൊക്കെ എന്തിൽ ആവശ്യമാണ്? ഇതൊക്കെ ഉണ്ടെങ്കിലാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുകയുള്ളൂ അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഓക്കെ, നോക്കൂ, RNA is crucial for protein synthesis because it acts as an intermediary molecule carrying genetic instruction from DNA in the nucleus to the ribosome in the cytoplasm where proteins are made. അപ്പോൾ RNAക്ക് ക്രൂഷ്യൽ റോൾ ഉണ്ട്. ബിക്കോസ് DNA എവിടെയാണ് കിടക്കുന്നത്? ന്യൂക്ലിയസിലാണ്. DNA-യിലിരിക്കുന്ന ഇൻഫർമേഷനെ കോപ്പി ചെയ്തിട്ട് അതിനെ സൈറ്റോപ്ലാസത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആര് വേണം? mRNA വേണം. ആൻഡ് സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. പിന്നെ while DNA holds a permanent blueprint for proteins, RNA facilitate the process by acting as a messenger, adapter and even a structural and catalytic component. അപ്പോൾ ഈ ഫംഗ്ഷൻ എല്ലാം, അതായത് അതിനെ ക്യാരി ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതിനെ അതേപോലെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ RNA-യുടെ ആവശ്യമുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ഉള്ള മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ RNA-കളുടെ എക്സാമ്പിൾ mRNA, tRNA, rRNA അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ 9th ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ABO ബ്ലഡ് ഗ്രൂപ്പിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒന്ന് എക്സ്ട്രാ നോട്ട് ചെയ്ത് വെക്കണം. ഹൗ ഡു കോഡോമിനൻസ് ആൻഡ് മൾട്ടിപ്പിൾ അല്ലീലിസം ഫംഗ്ഷൻ ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ദ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇൻ ഹ്യൂമൻ ബീയിങ്സ് എക്സ്പ്ലെയിൻ. അപ്പോൾ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് കോഡോമിനൻസും മൾട്ടിപ്പിൾ അല്ലീലിസവും നമുക്ക് കാണാൻ പറ്റുക? കോഡോമിനൻസ് എന്തായിരുന്നു? രണ്ടും ഒരേപോലെ എക്സ്പ്രസ് ചെയ്യുന്നതും, മൾട്ടിപ്പിൾ അല്ലീലിസം 2ൽ കൂടുതൽ അല്ലീൽസ് എക്സിസ്റ്റ് ചെയ്യുന്നതും. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ദ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇൻ ഹ്യൂമൻസ് exemplifies both multiple allelism where a single gene has more than 2 alleles and codominance where both alleles express their traits when present together. നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ് കേട്ടോ. This means the ABO blood system is governed by 3 alleles. അപ്പോൾ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിന് 3 അല്ലീലുണ്ട്. IA, IB ആൻഡ് I. ഈ IA എന്നുള്ള ഇങ്ങനെയല്ല എഴുതേണ്ടത് കേട്ടോ. താഴത്തെ ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ എഴുതണം. എനിക്ക് അങ്ങനെ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ കൊടുത്തത്. ഓക്കെ, അപ്പോൾ IA, IB ആൻഡ് സ്മോൾ I. ദെൻ ഈ 3 എണ്ണം മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് വരുമ്പോഴാണ് 4 ടൈപ്പുള്ള ബ്ലഡ് ടൈപ്പ് ഫീനോ ടൈപ്പുകൾ ഉണ്ടാകുന്നത്. ഏതൊക്കെയാണ് ബ്ലഡ് ഗ്രൂപ്പുകൾ? A,
ബി, എ ബി, ഒ. ഈ 4 ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ നമ്മുടെ ഇടയിൽ ഉള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് നോക്കൂ. ഈ എക്സ്പ്ലനേഷനും അതുപോലെ താഴത്തുള്ള ഈ ടേബിളും പ്രധാനപ്പെട്ടതാണ്. ഈ ടേബിൾ അപ്പോൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. നോക്കൂ, അപ്പോൾ IA, IA ഈ 2 അലീലുകളും ഒരുമിച്ച് വരികയാണെങ്കിൽ IA 2 അലീലും IA ആണെങ്കിൽ ബ്ലഡ് ടൈപ്പ് അല്ലെങ്കിൽ ഫിനോടൈപ്പ് എന്തായിരിക്കും വരിക? A ആണ് വരിക. IAയും IB ആണെങ്കിൽ ബ്ലഡ് ടൈപ്പ് AB ആണ് വരിക. അപ്പോൾ നോക്കൂ, അവിടെ കോഡോമിനൻസ് വന്നു. IAയും IBയും 2 അലീലിൻ്റെയും ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്നത് കൊണ്ടാണ് ബ്ലഡ് ടൈപ്പ് എന്ത് വന്നത്? AB വന്നത്. പിന്നെ IAയും Iയും വരുമ്പോൾ A ആണ്. IB വരികയാണെങ്കിൽ B ആണ്. IBയും Iയും വരികയാണെങ്കിൽ B ആണ്. ഇനി 2 സ്മോൾ ഐയും കൂടി വരികയാണെങ്കിൽ അപ്പോഴാണ് എന്ത് വരിക? O ബ്ലഡ് ഗ്രൂപ്പ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ അല്ലീലിസം കാണാം, കാരണം 3 അല്ലീലുകളുണ്ട്. അതേപോലെ കോഡോമിനൻസ് ഏതിൽ കാണാം? ഈ IA IB വരുമ്പം AB ക്യാരക്ടർ വരുന്നതിലൂടെ കോഡോമിനൻസ് നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടേബിൾ വളരെ പ്രധാനപ്പെട്ടതാണ്, അത് പഠിച്ചു വയ്ക്കണം. അതേപോലെ അതിൻ്റെ എക്സ്പ്ലനേഷനും പഠിച്ചു വയ്ക്കുക. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി നോക്കൂ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾ ഓവ ഫോംഡ് ഇൻ ഫീമെയിൽസ് കണ്ടെയ്ൻ 1 ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനിങ് ക്രോമോസോം Y. അതായത് ഫീമെയിൽസിൽ ഉണ്ടാകുന്ന എല്ലാ ഓവത്തിലും എല്ലാ എക്സിലും എന്തായിരിക്കും ഉണ്ടാവുക? ഒരേ ക്രോമസോമാണ്, ഒരേ ടൈപ്പ് ക്രോമസോമാണ് ഉണ്ടാവുക. അതേതാണ്? എക്സ് ക്രോമസോമാണ് അല്ലേ? അതെന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. ബിക്കോസ് എന്താണ്? ഫീമെയിൽസിൻ്റെ ക്രോമസോമിൽ സെക്സ് ക്രോമസോം XX ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് സെക്സ് ക്രോമസോമയാണ് ഫീമെയിൽസിലുള്ളൂ. അപ്പോൾ എല്ലാ ഓവത്തിലും അത് തന്നെയല്ലേ വരുള്ളൂ. പക്ഷേ മെയിലാണെങ്കിലോ എക്സും വൈയും ഉണ്ട്. അപ്പോൾ സ്പേം ഉണ്ടാകുമ്പോൾ ഹാഫ് നമ്പർ ഓഫ് സ്പേമിൽ പകുതി സ്പേമിൽ എക്സ് ക്രോമസോം ആണെങ്കിൽ മറ്റേ പകുതിയിൽ വൈ ആയിരിക്കും ഉണ്ടാവുക. ഫീമെയിലിന് ഒരു ടൈപ്പ് സെക്സ് ക്രോമസോമേ ഉള്ളൂ. അതുകൊണ്ടാണ് എല്ലാ ഓവത്തിലും എന്ത് വരുന്നത്? എക്സ് ക്രോമസോം മാത്രം വരുന്നത്. സോ അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതുന്നു നോക്കാം. So we can write all ova, that is XL, formed in females contain 1 type of sex chromosome because female have 2 X chromosome. And during meiosis എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഓവം അല്ലെങ്കിൽ സ്പേം, മെയിൽസിലാണെങ്കിൽ സ്പേം ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിൽ each egg receive only 1 of this X chromosome. This ensures that all eggs produced by female carry a single X chromosome. അപ്പോൾ ഓരോ മിയോസിസിലും എന്താ സംഭവിക്കുന്നത്? എഗ്ഗ് ഉണ്ടാകുന്ന സമയത്ത് മിയോസിസ് നടക്കുമ്പോൾ പകുതി ക്രോമസോം ഓരോ എഗ്ഗിലേക്കും പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ XX ഉള്ളത് കാരണം എല്ലാത്തിലേക്കും ഏത് തന്നെ പോവുള്ളൂ? എക്സ് തന്നെ പോവുള്ളൂ. അതുകൊണ്ടാണ് എല്ലാ ഫീമെയിൽ ഓവത്തിലും എക്സ് ക്രോമസോം തന്നെയുള്ളത്. അങ്ങനെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല എല്ലാം ഉള്ളത്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാക്കണം. അതിനുശേഷം ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നന്നായിട്ട് പഠിച്ച് തന്നെ വയ്ക്കുക. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് എക്സാമിനും പ്രതീക്ഷിക്കാം. അപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും നന്നായി മനസ്സിലാക്കി പഠിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. അതേപോലെ ഇതുവരെ കാണാത്ത പാർട്ടുകളുണ്ടെങ്കിൽ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.